कौन भेजा तुम्हें? बोल। हैरानी से क्यों देख रहे हो? आई एम प्रफुल्ल कुमार, मेयर ऑफ बॉम्बे। मेयर साहब आप इधर? ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ? ഇവിടെ വന്നൊരാൾ ഷൈൻ ചെയ്തപ്പോ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? അതും ഒരു മലയാളി. तुम बॉम्बे में काई भी शाइन कर सकते हो. പക്ഷേ മഡ് ഐലൻഡിലെ ഈ കോളനി എന്റെ മാത്രം സാമ്രാജ്യ. ഇവിടെ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം ആ സൂട്ട് കേസിങ് തന്നേര്. ഈ പെട്ടിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം? എന്റെ ബ്രദറിന്റെ വീട്ടിൽ നിന്നല്ലേ നീ ഇത് എടുത്തോണ്ട് വന്നത്? ഞാൻ പ്രകാശ്, എന്റെ വീട്ടിൽ നിന്ന് നീ ഇതിൽ പെട്ടിയെടുത്തു. ഇദ്ദേഹം ഞങ്ങളുടെ നാഷണൽ പാർട്ടിയുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അറിയില്ലേ? യെസ്. അപ്പൊ ഈ ഫയൽസിലെ എം സാബ് നിങ്ങളാണല്ലേ? മേയർ സാബ്. യു സെഡ് ഇറ്റ്. ഇവൻ മിടുക്കനാ. നീ മിടുക്കനാ. നീ ഞങ്ങളുടെ മർമ്മത്ത് തന്നെ പിടിച്ചു. വാ. പക്ഷേ ഇവിടെ അന്യനാട്ടി വന്നിട്ട് ഒരു മലയാളി തന്നെ ഒരു മലയാളിയെ തകർക്കണോ? നിർത്തടാ. കുറെ നേരമായി മലയാളി മലയാളി എന്ന് പറയുന്നു. പിറന്ന നാടിനെ പെറ്റമ്മയെ പോലെ കാണുന്നവനാ മലയാളി. ആ പേര് പറഞ്ഞു ഞെളിയാൻ നിനക്കെന്താ അവകാശം? ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ മേയർ വരെ ആയതിൽ നിന്നെ ബഹുമാനിച്ചിരുന്നവനാ ഞാൻ. ആ എന്റെ കയ്യിൽ തന്നെ വന്നിരിക്കുന്നു നിന്റെ അന്ത്യം. ബോംബെയുടെ നഗരപിതാവ് ISIയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ വർഗീയ കലാപം ആസൂത്രണം ചെയ്യുന്ന സ്വന്തം നാടിന്റെ ആരാചാരാ നീ. You are not just a criminal, bloody traitor. Yes. Yes. അതിന്റെ തെളിവാ നിനക്ക് കിട്ടിയത്. ഇത് മാത്രമല്ലടോ, ഞെട്ടിക്കുന്ന തെളിവുകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, ആ തെളിവടങ്ങുന്ന ഈ പെട്ടി തരാതെ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. പെട്ടി തന്നാൽ പോവല്ലോ അല്ലേ? ബഹുമാന്യ മേയർ, എനിക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് എം സാബ് എന്ന് പറയുന്ന താനാണ് ഇന്ത്യയെ ഞെട്ടിച്ച ബോംബെ സ്ഫോടനം പാകിസ്ഥാന് വേണ്ടി നടപ്പിലാക്കിയത്. ബാന്ദ്രയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സിരകളിൽ വർഗീയ വിഷം കുത്തിവെച്ച് നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിച്ചതിന്റെ സൂത്രധാരൻ താനാണ്. ഓ മൈ ഗോഡ്, എന്താ രമേശ് നീ പറയുന്നത്? ഞാനും നീയൊക്കെ ഹിന്ദു അല്ലേ? വി ആർ ഹിന്ദു ബ്രദേഴ്സ്. നമുക്കതിന് കഴിയൂ? നിന്നെ ഒന്നും മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല, പിന്നല്ലേ ഹിന്ദു. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികളെന്ന ഭീകരജീവികളെ പോറ്റി വളർത്തിയത് നിന്നെ പോലത്തെ പണക്കൊതിയന്മാരാ. പണം പറ്റിക്കൊണ്ട് ശത്രുരാജ്യത്തിനു വേണ്ടി മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നിന്നെ പോലത്തെ തന്തയ്ക്ക് പറക്കാത്ത ഹിന്ദുക്കളെയാണ് ആദ്യം കൊന്നൊടുക്കേണ്ടത്. Wonderful speech. Agarwal Sahab? Don't waste the time, Ramesh. Give him the briefcase. Uske badle mein, what do you want? Sahab? Give it, Ramesh. Give it to me. Thank you. इसमें नहीं है डॉक्यूमेंट. What? Where are the documents? Where are the documents? എവിടെയാണ് ഡോക്യുമെന്റ്സ്? അത് എത്തേണ്ടടുത്ത് എത്തും. നീ എന്നെ ചതിച്ചു.
പന്നനാറി, നിനക്കിത് എന്താണ് പറ്റിയത്? എടാ ഏരടാ, എടാ ഏരടാ, എടാ ഏക്കാൻ. എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അതാ നിന്റെ നാക്കാ മൂസത് പറിച്ചെടുത്ത? അതാ നീ വല്ല മരുന്ന് കൊടുത്ത് കയറ്റിയ? അല്ല എന്നെ കടാൽ എടുത്ത് കയറ്റുമല്ല. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ, ഇതെന്ത് പറ്റി? ഇനി കാട്ടിൽ പോയപ്പോ വല്ല പ്രേതം മറ്റേ കൂടിയതാണ്. എടാ വെക്ക, നീ ആ കുരിശെടുത്തോണ്ടൊന്ന് മുത്തിച്ച് നോക്കിക്കേ. വലിയ കുരിശാണ്. ആ ഒന്ന് വെക്കം കൊണ്ടുപോവാ. അതെടുക്കാൻ പറ്റിക്കല കേട്ടാ. അതെന്താണ്? അതിന് കർത്താവ് കിടക്കുക. ഓ എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീയല്ലാണ്ട് ഈ കുരിശനെ പറഞ്ഞു വിടുമാ? നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ആ ഞാൻ മീനാക്ഷി കൊച്ചിനോട് ചോദിച്ചിട്ട് വരാം, ഇവരെന്നാ പറ്റിയെന്ന് അറിയണമല്ല. ട്രീസേ വേഗം വന്ന്. എടാ മരക്കഴുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് വിശക്കുന്നില്ലേ? ദേ നോക്കി, നീ മിണ്ടാതിരുന്ന ഒരു രസമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്കേ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്കേ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയും. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവേ ചെയ്യണ്ടേ? നീ ഇത് കണ്ടോ? മീനു ചേച്ചി ഷൂട്ട് ചെയ്തതാ. ബ്ലാക്ക് കലക്കിയിട്ടുണ്ട്. കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബോംബെക്ക് പോവാം. ഞങ്ങ തമ്മി ഇഷ്ടാണെന്ന് തുറക്കാര് പറയണത് കള്ളമല്ല, സത്യാണ്. അപ്പനെന്നാട് എന്തോരം സ്നേഹമുണ്ട്. ഈ കടലോളം പോരാ, എന്നാ ഈ ഭൂമിയോളം അതും പോരാ. പിന്നെന്തോരം വേണം? നമ്മുടെ ചെമ്പരത്തിന്റെ ഷാപ്പിലെ പുട്ടുപോലത്തെ കപ്പയില്ലേ, അത്രയും വേണം. ഞാൻ പറഞ്ഞത് പുളൂസല്ല, സത്യമാണ്. അവനൊക്കെ പ്ലാൻ കേട്ടടാ, പ്ലാൻ. അതൊന്നുകൂടെ പ്ലേ ചെയ്തായി. എന്താ പറഞ്ഞേ? പ്ലേ ചെയ്യാനോ? മൂസത്തിന്റെ അടുത്ത് പോയി ഇംഗ്ലീഷും പഠിച്ചോ? ബ്ലാക്ക് ചെയ്ത് എന്ത് ചെയ്യാനാ? ഒന്നുകൂടെ പറഞ്ഞേ. പ്ലേയിങ്ങും ചെയ്യാൻ. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു, ഈ ബ്ലാക്ക് രമേശ് ശർമ്മയാണെന്ന്, എന്റെ സ്വന്തം രമേശ് ആണെന്ന്. ഇല്ല, എന്റെ അന്വേഷണം നിർത്താറായിട്ടില്ല. ഞാനും പറഞ്ഞത് ഇപ്പൊ രമണന്റെ ചന്ദ്രികയുടെ കഥ പറഞ്ഞ പോലെ ആവുക. ചന്ദ്രിക ഇപ്പൊ രമണൻ കാത്തിരിപ്പുണ്ടാവും. ചന്ദ്രിക കുഞ്ഞ്, അല്ല മീനാക്ഷി കുഞ്ഞ്. ആ ഞാൻ പോയി നോക്കി, ഇപ്പൊ അവൻ മാത്രമേ വീട്ടിലുള്ളു. ശരി, ഞാനും കൂടെ കൂട്ടിന് വന്നാ. ഏയ് വേണ്ട. അപ്പൊ ഞാൻ പോവാവല്ലേ? അയ്യോ എന്റെ അമ്മ, അയ്യോ. താനിപ്പോ മേലെ ചെന്ന് എന്താ പറഞ്ഞ? അല്ല, ആ കാര്യം ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് വന്നപ്പോൾ മോൾ അങ്ങോട്ട് വന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. സീസറും മീഡിയം, അല്ല സീസറും രണ്ടും പറഞ്ഞത് കള്ളവല്ലെന്ന് ഇപ്പൊ ബോധ്യമായി കേട്ടാ. എന്തോന്ന്? ബ്ലാക്ക് തനിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോകാനിരിക്കണാണ് മീനാക്ഷി കുഞ്ഞ്. ആ മന്ദബുദ്ധിയുടെ ഒരു സമയനേ. പെണ്ണെ, നിന്റെ കൊട്ടയിലെ മീനെന്തടി അരയത്തി പെണ്ണെ, അരയത്തി പെണ്ണെ. മോനെ, നീ ഉറങ്ങിയോടാ ബ്ലാക്ക്? എന്റെ മകൻ ഉറങ്ങിയില്ലായിരുന്ന? ആടാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇരിക്ക്. അപ്പൻ എന്നൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. നമ്മളെ ചമ്പരത്തിന്റെ ഷാപ്പിൽ നിന്നാണ്. നല്ല ഒന്നാന്തരം തലയാണ്, 2 കിട്ടിയുള്ളു കേട്ടാ. അപ്പവും കക്കായിറച്ചി. ഇത് കപ്പയാണ്, ഇടിയൻ കപ്പ. ഇക്കിളി വീണ അപ്പൊ വെള്ളം എടുത്തിട്ട് വരാം കേട്ടാ.
വെള്ളം കുടിയടാ മകനെ. ഇക്കള് പൊട്ട്. ആ പൊട്ട് കുടിച്ചോ. വേണ്ട. നീ എന്നാടാ മകനെ ഇങ്ങനെ അപ്പനോട് പിണക്കമാണ്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയത്. മകൻ ഇഷ്ടമായിട്ടല്ലേ? എന്നെങ്കിലും ഒന്ന് പറയടാ. അപ്പനോട് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പൊ ഇല്ല കേട്ടാ. മണമുള്ള പെണ്ണിനെ കണ്ടപ്പോ നാറ്റമുള്ള അപ്പനെ വെറുത്താടാ. 10 വർഷത്തിന് മുമ്പ് മംഗലാപുരത്തുനിന്ന് മകനെയും കൊണ്ട് ഇങ്ങാട്ട് വന്ന് എന്തിനാണെന്നറിയാവാ? അറിയാവാ? എടാ അറിയാവാ? എന്നാ ഞാൻ പറയാ. എടാ ഇങ്ങാട്ട് നോക്ക്. എന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. എന്നെ ജീവനായിട്ട് കണ്ട ആളായിരുന്നു അവിടുത്തെ മുതലയാര്. എന്നാട് പോവല്ലേ പോവല്ലേ എന്ന് എന്റെ കാല് പിടിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേട്ടാ ഇല്ല എന്നതാണ് കാര്യം. എനിക്കെന്റെ മകനാണ് വലുത്. എനിക്ക് നീ അല്ലാണ്ട് ആരാടാ ഉള്ളത്? ഈ പറഞ്ഞത് ഒന്നും ശരിയല്ല. മീനാക്ഷി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചതല്ല സർ, സത്യവും കൃത്യവുമായ വിവരങ്ങളാ. FRCS MD ഉള്ള ഒരു ഡോക്ടർക്ക് അംനീഷ്യ എത്ര ശതമാനം വരെ സുഖപ്പെടുത്താനാകുമെന്ന് അറിയാമല്ലോ. ഏറിയാൽ 65%. പക്ഷെ ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഞാൻ നടത്തിയ ഈ ചികിത്സയെ പറ്റി എന്റെ വാക്കുകളല്ലേ മീനാക്ഷി വിശ്വസിക്കേണ്ടത്. ചികിത്സയെ പറ്റി അല്ല സർ ഞാൻ പറഞ്ഞത്. ഞാൻ നടത്തിയ ചില ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയാ. അപ്പോഴാ അങ്ങനോട് കള്ളം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് പോയി ഒരു മുതലയാരെ കണ്ടിരുന്നു. ഏത് മുതലയാര്? 10 വർഷം മുൻപ് ഈ ബ്ലാക്കും പത്രോസും ആ മുതലയാരുടെ കൂടെയായിരുന്നു. ദൈവതുല്യനായിട്ടാ ഞാൻ അങ്ങേ കാണുന്നത്. അന്ന് ചികിത്സ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു. അങ്ങേ ഞാൻ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇങ്ങനൊരു ചതി അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ചതിയോ? എന്താ അസംബന്ധാണ് കുട്ടി പറയുന്നത്? വൈദ്യശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സമ്മതിച്ചു. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ദൈവം നാഥനായ വൈദ്യശാസ്ത്രമാണ് ആയുർവേദമെന്ന് എന്നെ പഠിപ്പിച്ചത് സാറാണ്. ആ വൈദ്യശാസ്ത്രത്തെയും പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി സാറിന് പറയാമോ ഈ സത്യം അങ്ങേക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന്? പറയൂ സർ, അങ്ങേക്ക് അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. പിന്നെ എന്നിൽ നിന്ന് എന്തിനിത് മറച്ചു വെച്ചു? എനിക്കതറിയണം. ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അനാഥപ്രദങ്ങളുടെ കൂട്ടത്തില് ഒരാളുടെ വരാതിരിക്കാൻ. മനസ്സിലായില്ല. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നിനക്കൊരു ദുർമരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ഇവരിതെവിടെ പോയി കിടക്കേണ്? കേറി വന്നേക്കണം കേട്ടാ, ഞാൻ പോണേണ്. എന്താ ബ്ലസ്സി കൊച്ചെ? ആ ബ്ലാക്കിനെ എവിടെങ്ങാനും കണ്ടായിരുന്നോ സീസറെ? ആ അത് കൊള്ളാം. ആ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയ വകയിൽ കാശ് കുറെ കിട്ടിയേ. ഇനി ആ കാശ് തീരണ വരെ തുറയായ തുറതോറും കേറി ഇറങ്ങി കുടിച്ചുപെടുത്തിട്ട് അവൻ വരത്തുള്ളൂ. കരക്കടിഞ്ഞ അല്ലേലും ബ്ലസ്സി കൊച്ച് അവനൊന്ന് വിരട്ടേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞങ്ങളെ കണ്ട അവന് പഴയ സ്നേഹമൊന്നുമില്ല. നീ ശ്രദ്ധിച്ചായിരുന്നാ സീസറെ? ആ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കൂടിയ പിന്നെ നമ്മുടെ ബ്ലാക്കിന് നല്ല നാറ്റം. അതെ അതെ.